Good afternoon. Good afternoon. Good afternoon, ma'am. കുറച്ച് പേരുള്ളൂ അല്ലേ ക്ലാസ്സില്? വിഷു ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? വിഷു നല്ലതായിരുന്നോ? കണിയൊക്കെ വെച്ചോ? നന്നായിരുന്നു മാം. നന്നായിരുന്നു അല്ലേ? ഓക്കെ. പ്രേയർ ആരാ ചെയ്യുന്നേ? പ്രേയർ ഞാനാണ് മിസ്. ഓക്കെ. മോൻ കുറച്ച് വാശി പിടിക്കണോണ്ട് കേൾക്കുമെന്നറിയില്ല. എന്താ? മോനെ കരയണ വാശി പിടിക്കണായിട്ട്. വാശി പിടിക്കുന്നോ? ഓക്കെ. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിലും ചെയ്യിപ്പിക്കാം. വേറെ ആരെങ്കിലും പ്രേയർ ചെയ്യോ? എനിവൺ ആരെങ്കിലും ഉണ്ടോ? അമ്പിളി പ്രേയർ ചെയ്യാവോ? അമ്പിളി ചെയ്യാം മാഡം. ഓക്കെ. ഞാനിപ്പോ കേറിയുള്ളൂ. ഇനി പ്രേയർ ചെല്ലാന്ന് പറഞ്ഞവര് ലീവാണോ? എന്താണ്? പ്രേയർ ചെയ്യാന്ന് പറഞ്ഞവര് ലീവായോ? അത് ആ കുട്ടി വാശി പിടിക്കുന്നു. കുഞ്ഞു വാശി പിടിക്കുന്നു. ചെയ്യാൻ പറ്റുന്ന സ്റ്റുഡന്റ് ഇല്ലേ? അപ്പൊ കുഞ്ഞല്ലേ, അപ്പൊ വേറെ ആരെങ്കിലും ഒന്ന് ചെയ്യാം. അപ്പൊ അമ്പിളി ചെയ്യൂ. ഓക്കെ. ഞാന് ഒരു മ്യൂസിക്കിന്റെ ഒരു ഇത് ചെല്ലട്ടെ. ഒരു പ്രേയർ തന്നെയാണ്. വരവീണാമൃദുപാണി വനരുഹലോചനരാണി സുരുചിരബംബരവേണി സുരനുദ കല്യാണി നിരുപമ ശുഭഗുണലോല നിരത ജയ പ്രദശീല വരദാ പ്രിയ രംഗനായകി വാഞ്ചിത ബലദായകി സരസീജ സനജനനി ജയ 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 വാണി. നല്ലായിരുന്നു. താങ്ക് യു. ഓക്കെ. then signing in ആരാ? sign in. ഞാനാ മിസ്. Okay. Good morning all. Today I tell a story named A Lazy John. There was a boy named John and he was the laziest boy in the entire town. One day John saw their apple tree full of shiny red apples. He wanted to eat some but was too lazy to climb the tree. Instead, he lay on the grass and waited for the apples to fall down on their own. But of course, the apples did not fall, and soon John was very, very hungry because he hadn't worked for his pay. The moral of the story is laziness would not get you anywhere. You have to work hard to get what you want. Thank you. Okay. Then thought of the day. ഞാനാണ് പറയട്ടോ. പറഞ്ഞോളൂ. The direction in which education starts a man will determine his future life. Plato. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? അവസാനിപ്പിച്ചത് എവിടെയാണ്? സേഫ്റ്റി ആയിരുന്നു മാം. സേഫ്റ്റി ആയിരുന്നു പറഞ്ഞത് അല്ലേ? സേഫ്റ്റി കംപ്ലീറ്റ് പറഞ്ഞു കഴിഞ്ഞു അല്ലേ? കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു അത്? പറഞ്ഞിട്ടില്ല. സേഫ്റ്റി തുടങ്ങിയായിരുന്നു. സേഫ്റ്റി തുടങ്ങിയായിരുന്നു.
മരുന്നുകളുടെ ഒക്കെ കാര്യം പറഞ്ഞോ, കുട്ടികളിൽ നിന്ന് കീപ്പ് ചെയ്യേണ്ടത്. അതിനു മുമ്പ് കുറച്ച് ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പം ഇതും കൂടിയൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് പറഞ്ഞായിരുന്നു. ജസ്റ്റ് ഒന്ന് പറഞ്ഞു. പിന്നെ ഫസ്റ്റ് എയ്ഡ് നെസസറി ആൻഡ് ഹൗ അത് എടുത്തിട്ടില്ല, അത് പറഞ്ഞത്. സേഫ്റ്റി അപ്പൊ ജസ്റ്റ് തുടങ്ങി വെച്ചായിരുന്നുള്ളൂ. ഹെൽത്ത് ചെക്കപ്പ് ആണ് കംപ്ലീറ്റ് ചെയ്തത് അല്ലെ? സേഫ്റ്റി അത് അതിനെക്കുറിച്ച് കുറച്ച് കൂടുതൽ പറയാനുണ്ടെന്ന് മാം പറഞ്ഞു. അപ്പൊ അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാന്നായിരുന്നു എന്ന് പറഞ്ഞേ. സേഫ്റ്റിയെ കുറിച്ചിട്ട് അല്ലേ? ആ നിങ്ങള് ഈ സേഫ്റ്റി എന്ന് പറയുന്ന ആ ഒരു ഭാഗം, ആ ഒരു പാർട്ട് PDF-ൽ റീഡ് ചെയ്തായിരുന്നോ? റീഡ് ചെയ്യിപ്പിച്ചിട്ടില്ല. ഓക്കെ, ഒന്ന് റീഡ് ചെയ്തോളൂ കേട്ടോ. സേഫ്റ്റി ഒന്ന് റീഡ് ചെയ്തോളൂ. റീഡ് ചെയ്ത ശേഷം തപ്പ് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. വായിച്ചല്ലേ? ഓക്കെ. അപ്പൊ സേഫ്റ്റി എന്ന് പറയുമ്പോൾ അത് വീട്ടിലും നമ്മൾ കുട്ടികളെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, വീടിന് പുറത്തും നമ്മൾ കുട്ടികളെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സേഫ്റ്റി എന്ന് പറഞ്ഞാല് വീട്ടിലും അതുപോലെ വീട്ടിന് പുറത്തുമുള്ള കുട്ടികളുടെ സുരക്ഷയെ കുറിച്ചിട്ടാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്. ഓക്കെ, അതിനകത്ത് ഞാൻ പറഞ്ഞു എന്നറിയില്ല, പറഞ്ഞെങ്കിൽ ക്ഷമിക്കുക, ഒന്നും കൂടി കേൾക്കുക കേട്ടോ. അപ്പോ അതിനകത്ത് ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മരുന്നുകൾ, അതായത് ഇപ്പൊ കുട്ടികൾക്ക് കൊടുക്കുന്ന മരുന്നുകളായാലും അതുപോലെ തന്നെ വീട്ടിലെ മുതിർന്നവര്, അതായത് പ്രത്യേകിച്ച് ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ ഉള്ള വീടാണെങ്കിൽ അവർക്ക് ധാരാളം ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ മരുന്നുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാകാം. ഇതൊക്കെ കുട്ടികളുടെ കൺമുന്നിൽ വെക്കാതിരിക്കുക, അല്ലെങ്കിൽ അവരുടെ കൈ എത്തുന്ന രീതിയിൽ അത് വെക്കാതിരിക്കാനായിട്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ? കുട്ടികളുടെ, അതായത് ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവരെന്താ ചെയ്യാം, മരുന്നുകളൊക്കെ എടുത്ത് അവരെന്ത് ചെയ്യും കണ്ടു കഴിഞ്ഞാല്? എന്താ ചെയ്യാം? എടുത്ത് കഴിക്കും അല്ലേ? നിത്യ അല്ല, അത് തുറന്നൊന്ന് നോക്കുമല്ലോ എന്താന്നറിയാൻ. തുറന്നു നോക്കും. അപ്പൊ കുട്ടികൾക്ക് ഇത് കാണുന്നതൊക്കെ, അതായത് ചെറിയ കുഞ്ഞുങ്ങളാണ്, അവർക്ക് കാണുന്ന കാര്യങ്ങളൊക്കെ കൗതുകങ്ങളാണ് അല്ലെ? കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാവും എല്ലാത്തിനോടും. അപ്പൊ എല്ലാ കാര്യങ്ങളും വായിലോട്ട് ഇടാനാണ് ശ്രമിക്കുക. അപ്പൊ മരുന്നുകളൊക്കെ കണ്ടു കഴിഞ്ഞാല് കുട്ടികൾ എന്ത് ചെയ്യും? ഇത് എടുത്ത് കഴിക്കുകയാണ് ചെയ്യുക. അപ്പൊ ചിലപ്പോ പാരന്റ്സ് ചിലപ്പോ കിച്ചണിലായിരിക്കുന്ന സമയമായിരിക്കും, അമ്മയൊക്കെ കിച്ചണിലായിരിക്കുന്ന സമയമായിരിക്കും, അല്ലെങ്കിൽ ഫാമിലിയിലുള്ളവരൊക്കെ ചിലപ്പോ വേറെ എന്തെങ്കിലും ജോലിയിൽ ചിലപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം, കുട്ടി ഒറ്റയ്ക്കായിരിക്കാം. അപ്പൊ ഈ മരുന്നുകളൊക്കെ ചിലപ്പോൾ ഡൈനിങ് ടേബിളിൽ, ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ എന്താണ് ഭക്ഷണം കഴിച്ച് ഡൈനിങ് ടേബിളിൽ തന്നെ ആയിരിക്കും മരുന്നിരുന്ന് കഴിക്കുന്നത്. അപ്പൊ ചിലപ്പോൾ മറക്കാനുള്ള സാഹചര്യം ഉണ്ടാകാം. അപ്പൊ ആ ഡൈനിങ് ടേബിളിൽ അത് വെക്കുമ്പോൾ കുട്ടി അത് വന്ന് കയ്യെത്തി പിടിക്കുവാണെങ്കിൽ അതിൽ നിന്ന് തുറന്ന് എന്ത് ചെയ്യാം, കുട്ടി അതെടുത്ത് കഴിക്കാം. അതുപോലെ പല പ്രശ്നങ്ങളും ഉണ്ടാവാം അല്ലെ? കുട്ടിയുടെ ജീവന് തന്നെ എന്താണ് അപകടം ഉണ്ടാവാം അതുമൂലം. അതുപോലെ തന്നെ
ഞാൻ പറഞ്ഞൊന്നറിയില്ല. നമ്മുടെ MPയുടെ ക്ലാസ്സിൽ തന്നെ മുന്നത്തെ ഒരു ബാച്ചിൽ ഒരു കുട്ടി പറഞ്ഞതാണ്, ആ കുട്ടിയുടെ കുഞ്ഞ് ടർപ്പൻ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത്. അപ്പൊ തന്നെ അവര് ഹോസ്പിറ്റലൈസ് ചെയ്തു. കുറച്ച് ICUലൊക്കെ ആക്കി, കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കുട്ടി രക്ഷപ്പെട്ടു. അപ്പോ നമ്മുടെ ടിവിയുടെ സ്റ്റാൻഡിന്റെ അവിടെയാണ് ടർപ്പൻ വെച്ചിരുന്നത്. കുട്ടി ഇത് എന്താണ് തുറന്ന് അതുപോലെ തന്നെ എടുത്ത് അങ്ങനെ തന്നെ കുടിക്കാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ കുത്തുകളും മറ്റും ചെറിയ ചെറിയ ബീഡ് ഉണ്ടല്ലോ, ചെറിയ ചെറിയ ബീഡ്സ് കുട്ടികളുടെ കയ്യിൽ പെട്ട് കഴിഞ്ഞാൽ കുട്ടികൾ എന്താ ചെയ്യാ? മുത്തുകളൊക്കെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാല് എന്താ ചെയ്യാ? അത് വായില് കൊണ്ടുപോയിടും അല്ലെ? അത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? മുത്തിന്റെ ഒരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ടോ ഞാൻ? അതല്ലേ? ഓക്കെ. അപ്പൊ ഇതുപോലെ ഉള്ള ധാരാളം കാര്യങ്ങള് ചുറ്റും സംഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക് വയറുകൾ ഇൻസുലേറ്റ് ചെയ്ത് സൂക്ഷിക്കുക, അതും സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ പൊട്ടിയ ഗ്ലാസ് കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ അത് ദൂരേക്ക് വലിച്ചെറിയുക. ഓക്കെ, അതായത് നമുക്കറിയാം ഗ്ലാസ് കഷ്ണങ്ങളൊക്കെ പൊട്ടി വീഴുവാണെങ്കിൽ അത് ഒരിക്കലും, അതായത് കുട്ടികൾ അവിടെ നടക്കാനുള്ള ഇതൊക്കെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ കാലുമേല് തറച്ചു കയറാനുള്ള സാധ്യതയും കൂടുതലാണ്. ചെറിയൊരു തരി കഷ്ണം ഉണ്ടെങ്കിൽ പോലും അതപ്പം തന്നെ അവിടുന്ന് മാറ്റി അവിടെ മൊത്തമായിട്ട് ക്ലീൻ ചെയ്ത് സൂക്ഷിക്കണം. അതുപോലെ തന്നെ തറയില് ഫ്ലോറിലെ എണ്ണയോ അല്ലെങ്കിൽ ഓയിലോ അല്ലെങ്കിൽ വാട്ടറോ ഒക്കെ വീഴുവാണെങ്കിൽ അതപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ക്ലീൻ ചെയ്ത് മാറ്റേണ്ടതുണ്ട്. പിന്നെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് നിർബന്ധമായിട്ടും കുട്ടികളുള്ള വീട്ടില് സൂക്ഷിച്ചിരിക്കണം എന്നുകൂടി ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് എയ്ഡ് ബോക്സ് നിർബന്ധമായിട്ടും കെപ്റ്റ് ചെയ്യണം. നിങ്ങൾ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്തെങ്കിലും ഒരു മോഡൽ ചെയ്തിട്ടുണ്ടോ? ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടാക്കി പ്രസന്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. എന്താണ് ഫസ്റ്റ് എയ്ഡ് ബോക്സിന്റെ പ്രാധാന്യം? എന്തൊക്കെ കാര്യങ്ങളാണ് ഫസ്റ്റ് എയ്ഡ് ബോക്സിലുള്ളത്? മെഡിസിൻസ്, പനിയുടെ മെഡിസിൻ, കോട്ടൺ, ബാൻഡേജ്, പിന്നെ തെർമോമീറ്റർ, ഡെറ്റോള്. അന്ന് ഞങ്ങൾ എല്ലാരും പ്രസന്റ് ചെയ്തായിരുന്നു, കുറച്ചധികം പേര് പ്രസന്റ് ചെയ്തായിരുന്നു അല്ലേ? ഓക്കെ. അപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് കുട്ടികളുള്ള വീട്ടിൽ നിർബന്ധമായിട്ടും സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അപകട സാധ്യതയുള്ള ഗെയിമുകള്, അതുപോലെ തന്നെ പടക്കങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കുട്ടികൾക്ക് കൊടുക്കരുത്. ഇപ്പൊ വിഷു സീസൺ ആണല്ലേ? അപ്പൊ എന്താ പറയുക, പടക്കങ്ങൾ ധാരാളം കുട്ടികൾ ഉപയോഗിക്കും. അപ്പൊ അപകടകരമായിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള പടക്കങ്ങൾ ഉണ്ടാവാം. അതൊന്നും കുട്ടികളുടെ കയ്യിൽ യാതൊരു കാരണവശാലും കൊടുക്കാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ സ്കൂളിലേക്കും തിരിച്ചു വരുമ്പോഴും കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്കൂൾ വാനിൽ കുഞ്ഞുങ്ങളെ കയറ്റുമ്പോഴും അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിലൊക്കെ കയറ്റുമ്പോഴും സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന ഏതൊരു വാഹനം ആയിക്കോട്ടെ അതിലേക്ക് കുഞ്ഞുങ്ങളെ കയറ്റുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുഞ്ഞ് കയറി പോകുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത് തന്നെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കുഞ്ഞ് സ്കൂൾ വണ്ടിയിൽ തിരിച്ചു വരുമ്പോഴും അവരെ ഇറക്കാൻ നിൽക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? അവിടെ തന്നെ ഉണ്ടായിരിക്കണം. അതായത് അശ്രദ്ധമായിട്ട് കുട്ടികളെ ഇറക്കുന്ന പല വാഹനങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇങ്ങനെ എന്താ പറയുക, ഒരു ശ്രദ്ധയും ഇല്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾ എന്താ ചെയ്യുക? അതായത് കുട്ടികള് ടയറിനടിയിൽ വിട്ടുപോവുകയും മരിക്കാനിടയൊക്കെ ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള ധാരാളം കേസുകൾ നമ്മുടെ നാട്ടില് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ കുഞ്ഞിനെ സുരക്ഷിതമായിട്ട് നമ്മൾ സ്കൂളിൽ അയക്കുമ്പോൾ എന്ത് ചെയ്യണം? ആ വാഹനങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചിരിക്കണം. അത് സുരക്ഷാ സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കൂടുതൽ കുട്ടികളെയാണോ കുത്തി നിറച്ചു കൊണ്ടുപോകുന്നത്, അതുപോലെ തന്നെ കുട്ടികളെ കയറ്റാൻ നിൽക്കുമ്പോൾ സഹായിക്കാനായിട്ട് ആളുകളുണ്ടോ, ഇറക്കുമ്പോൾ സഹായിക്കാനായിട്ട് ആളുകൾ നിൽക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടതുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ നമ്മള് ഒരു 2-3 വർഷം മുമ്പാണ് ഒരു കേസ്, അതായത് റിയൽ ആയിട്ട് നടന്നിട്ടുള്ള ഒരു സംഭവമാണ്. ബക്കറ്റിൽ വീണ് കുഞ്ഞ് മരിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സംഭവം കേട്ടിട്ടുണ്ടായിരുന്നല്ലേ? ഓക്കെ. പല കേസുകളുണ്ട്. അതിനകത്ത് ഒരു കേസ് എന്ന് പറഞ്ഞാല് കുട്ടിക്ക് 2 വയസ്സോ 2.5 വയസ്സോ ഒക്കെ ഉള്ളൂ. കുട്ടിയെ അമ്മ എന്ത് ചെയ്തു? അതായത് അവരെ വീടിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് കുട്ടിയെ കുളിപ്പിക്കുന്നത്. അപ്പൊ ബക്കറ്റില് വെള്ളം നിറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കുട്ടിയെ ബക്കറ്റിൽ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. വെള്ളം തുറന്നിട്ടിട്ട് അമ്മ സോപ്പ് എടുക്കാനായിട്ട് ഉള്ളിലേക്ക് പോയി. ഓക്കെ. ടാപ്പ് അടക്കാനായിട്ട് മറന്നുപോയി.
അമ്മ തിരിച്ചു വന്നപ്പോൾ കുഞ്ഞ് ബക്കറ്റില് നീരില് മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. അപ്പോ എന്തുകൊണ്ടായിരിക്കാം അവിടെ ആ കുഞ്ഞ് മരിക്കാൻ ഇടയായത്? എന്തുകൊണ്ടായിരിക്കാം? വെള്ളം ശിരസിലേക്ക് കയറിയിട്ടുണ്ടായിരിക്കാം. അതെ, അതായത് അമ്മയുടെ അശ്രദ്ധ മൂലമാണ്. അവിടെ എന്ത് ചെയ്തിട്ടില്ല, അമ്മ ശരിക്കും ശ്രദ്ധ കൊടുത്തിട്ടില്ല അല്ലെ. ആരെങ്കിലും ടാപ്പ് തുറന്നിട്ട് കുട്ടിയെ ഒറ്റയ്ക്കാക്കിയിട്ട് അകത്ത് സോപ്പ് എടുക്കാനായിട്ട് പോകുമോ? ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അശ്രദ്ധ മൂലമാണ് ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെയുള്ള കേസുകൾ നമ്മുടെ നാട്ടില് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് കിണറ്റിൽ വീണ് മരിക്കുക. അതായത് ഈ മലയോര പ്രദേശങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ എന്ന് പറഞ്ഞാല് ഭയങ്കര ആഴത്തിലായിരിക്കും കിണറിരിക്കുക. പക്ഷെ കിണറിന്റെ വായ്ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയോട് ചേർന്നിരിക്കും. അതായത് നമ്മൾ നടക്കുന്ന ആ ഒരു പ്രദേശം ഉണ്ടല്ലോ, നമ്മൾ നടക്കുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ ആയിരിക്കും ഈ കിണറിന്റെ വായ്ഭാഗം ഉണ്ടാവുക. മനസ്സിലായോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കിണർ ഏതാണെന്ന്? ഭയങ്കര ആഴമായിരിക്കും, ഇതിന്റെ പൊക്കം ഉണ്ടാവില്ല. കണ്ടിട്ടുണ്ടോ അങ്ങനെയുള്ള കിണറുകള്? അതായത് നമ്മൾ നടക്കുന്ന സ്ഥലത്തിനോട് ചേർന്നിട്ടായിരിക്കും അതിന്റെ വായ്ഭാഗം വരിക. ഓക്കെ, ചുറ്റുപാടും കിണറുണ്ടെന്ന് മനസ്സിലാവില്ല. ഇപ്പൊ പ്രോപ്പർ ആയിട്ട് അത് കെട്ടി വെച്ചില്ലെങ്കിൽ, അതിന് പ്രോപ്പർ ആയിട്ട് നമ്മള് ഡോറുകളും മറ്റൊക്കെ, അല്ലെങ്കിൽ അതിന് എന്താ പറയാ, അതിന്റെ സേഫ്റ്റിക്ക് വേണ്ടി കാര്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ കുട്ടികൾ നടന്ന്, അതായത് കുട്ടികൾ വീട്ടുമുറ്റത്തൊക്കെ കളിക്കുമ്പോൾ എന്ത് പറ്റാം, തട്ടി ചിലപ്പോ കിണറിന്റെ ഉള്ളിലോട്ട് പോകാം. കാരണം ഒട്ടും തന്നെ പൊക്കമില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ധാരാളം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ ഇങ്ങനെ അതേപോലെ തന്നെ ബോർവെല്ല് നമ്മുടെ നാട്ടിലായിരിക്കില്ല, തമിഴ്നാട്ടിലൊക്കെയാണ് കൂടുതൽ ബോർവെല്ല്. അതേപോലെ തന്നെ അങ്ങനെ ചെയ്യാത്ത ബോർവെല്ലുകളും ഉണ്ടല്ലോ, ഫോർവീലുകളുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ നമ്മള് കറക്റ്റ് ആയിട്ട് ഈ കിണറൊക്കെ ഉണ്ടെങ്കിൽ കിണറൊക്കെ അടച്ച് എന്താ പറയാ, അത് ക്ലോസ് ചെയ്ത് സുരക്ഷിതമായിട്ട് സൂക്ഷിക്കാന്നുള്ളതാണ്. പ്രത്യേകിച്ചും കുട്ടികളായാലും മാതാപിതാക്കളായാലും ആരായിക്കോട്ടെ, നമ്മൾ ചിലപ്പോൾ സ്ലിപ്പ് ആവാം അല്ലെ. അപ്പൊ മഴയൊക്കെ വരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോ നമ്മൾ നടക്കുമ്പോൾ തെന്നി ചിലപ്പോ ആ കിണറിന്റെ സൈഡിലോട്ട് പോകാം. അപ്പൊ ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ ധാരാളം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ധാരാളം നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വെള്ളക്കെട്ടിൽ വീണ് മരിക്കുന്ന കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു എന്താ പറയാ, ഒരു സ്റ്റോറി പറയുകയാണെങ്കിൽ അതും റിയൽ ആയിട്ട് നടന്ന സംഭവങ്ങൾ തന്നെയാണ് ഞാനെല്ലാം പറയുന്നത്. അതായത് ഒരു കുട്ടി വൈകുന്നേരം സ്കൂള് വിട്ട് വന്നു. അമ്മമ്മയാണ് വീട്ടിലുണ്ടായിരുന്നത്, അച്ഛനമ്മയ്ക്ക് ജോലിക്ക് പോകുന്നവരാണ്. അപ്പോ കുട്ടി അമ്മമ്മയോട് പറഞ്ഞു, എനിക്ക് ഭക്ഷണം വേണം എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മമ്മ ഭക്ഷണം എടുക്കാനായിട്ട് അടുക്കളയിലോട്ട് പോയി. ആ സമയത്ത് അവിടെ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവരുടെ ഈ വീടിന്റെ ഫ്രണ്ടിൽ എന്ന് പറഞ്ഞാല് പാടമാണ്. ഓക്കെ, കൃഷിപ്പാടാണ്, അത് വെള്ളക്കെട്ടാണെന്ന് നമുക്ക് പറയാം. അപ്പൊ മഴ പെയ്ത് ഫുൾ അവിടെ ക്ലോസ് ആയിട്ട് കിടക്കുകയാണ്, ഒന്നും തന്നെ കാണില്ല. അത് നെൽപ്പാടാണെന്ന് മനസ്സിലാവില്ല കണ്ടു കഴിഞ്ഞാൽ, അത്രയ്ക്കും വെള്ളത്തിൽ കൂടി കിടക്കുവാണ്. അപ്പൊ കുഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നെ കുഞ്ഞിനെ കാണുന്നില്ല. അമ്മമ്മ വന്ന് നോക്കുകയാണ്, ചുറ്റുവട്ടത്തും നോക്കി, എല്ലായിടത്തും അയൽവക്കത്തൊക്കെ അന്വേഷിച്ച് കുഞ്ഞിനെ എവിടെയും കാണുന്നില്ല. ആ ഒരു 5 മിനിറ്റ് കൊണ്ട് കുഞ്ഞ് എവിടെ പോയി എന്നവർക്ക് യാതൊരു ചെയ്യില്ല. ഇവർക്ക് പല എന്താ പറയാ ഇതുണ്ടായിരുന്നു. ചിലവര് പറഞ്ഞു കുഞ്ഞിനെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതാണെന്ന്, ചിലവര് പറഞ്ഞു കുഞ്ഞ് ചിലപ്പോ പുറത്തേക്ക് കടയിൽ എന്തെങ്കിലും പോയിട്ട് ചിലപ്പോ വഴിതെറ്റി പോയതായിരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവര് പോലീസിൽ കംപ്ലൈന്റ് എടുത്തു. പോലീസുകാർ മൊത്തം അന്വേഷിക്കുകയാണ്, എല്ലായിടത്തും അന്വേഷിച്ചു, നാട്ടിലും റോഡിലൊക്കെ എല്ലായിടത്തും അന്വേഷിക്കുകയാണ്. എവിടെ നിന്നും കുട്ടീനെ കിട്ടിയില്ല. പിറ്റേ ദിവസം ആയപ്പോ കുട്ടിയുടെ ബോഡി ആ വെള്ളക്കെട്ടില് പൊന്തിക്കിടക്കുമായിരുന്നു. അപ്പൊ അത്രയും, അതായത് എല്ലായിടത്തും കുട്ടിയെ അന്വേഷിച്ചു, പക്ഷെ തൊട്ടടുത്ത് കുട്ടി ഉണ്ടായിരുന്നു, ഇവര് അറിഞ്ഞില്ല. അപ്പോ ഇങ്ങനെയുള്ള സംഭവങ്ങൾ, വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളൊക്കെ ആണെങ്കിൽ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ സുരക്ഷിതമായിട്ട് അവിടെ നിന്ന് മാറ്റി നിർത്തണം, അല്ലെങ്കിൽ അവർക്ക് മുൻകൂറായിട്ട് കൊടുക്കണം അങ്ങോട്ട് പോകരുത് എന്ന്. അല്ലെങ്കിൽ നമ്മള് വീട്ടിലുള്ള വാതിലുകൾ, പുറത്തേക്ക് പോകാനുള്ള ആ ഒരു വാതിലൊക്കെ ക്ലോസ് ചെയ്ത് പൂട്ടി വയ്ക്കുക. ഓക്കെ, കുഞ്ഞുങ്ങൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് കുറച്ച് 5-ലോ 6-ലോ പഠിക്കുന്ന കുട്ടിയാണ്, മാത്രം ചെറിയ കുട്ടികളൊന്നുമല്ല. അപ്പോ പക്ഷെ കുട്ടി അതിനകത്ത് അകപ്പെട്ടു പോയി. അപ്പൊ അങ്ങനെയുള്ള സംഭവവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, നമ്മള് ഈ കുട്ടികളുടെ ഒരു പ്രത്യേകം, പെൺകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ പ്രത്യേകം ഒരു ടെൻഡൻസി കാണാനായിട്ട് പറ്റും. എന്തെങ്കിലും ഒരു ഷോള് കിട്ടിയാൽ അവരെന്ത് ചെയ്യും, ഉടനെ തന്നെ സാരി ആക്കാനായിട്ട് നോക്കും അല്ലെ.
സാരി ചുറ്റി കളിക്കാൻ, ഡാൻസ് കളിക്കാനൊക്കെ നോക്കാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പെൺകുട്ടികളുള്ള അമ്മമാര്? ഉണ്ട്. ഉണ്ടല്ലേ? ഇത് തന്നെ പരിപാടി. ഇത് തന്നെയാണല്ലോ പരിപാടി. അപ്പൊ ഈ ഷോളൊക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ സാരി പോലുള്ള കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? കഴുത്തില് കുരുങ്ങാതെ ശ്രദ്ധിക്കാം. കഴുത്തില് ചുറ്റാണ്ട് ശ്രദ്ധിക്കാറുണ്ട്. അതെ, അതായത് ഷോള് കഴുത്തിൽ കുടുങ്ങി അല്ലെങ്കിൽ ആ ഒരു ഇത് ഉണ്ടായിട്ട് മരിക്കുന്ന സന്ദർഭങ്ങൾ ധാരാളം ഉണ്ട്. അപ്പോ അതൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ അടുത്ത് തന്നെ ഉണ്ടാവുക. കുട്ടിയെ ചില അമ്മമാരെന്ത് ചെയ്യും, അടുക്കളയിലൊക്കെ പണിയുണ്ടെങ്കിൽ കുട്ടിക്ക് ഒരു ഷോള് കൊടുക്കും അല്ലെങ്കിൽ സാരി കൊടുക്കും, മോളെ നീ കളിച്ചോന്നും പറഞ്ഞ് അവരുടെ പാട് നോക്കി പോകും. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ല. എന്ത് ചെയ്യണം, നമ്മൾ പ്രത്യേകം അത് സൂക്ഷിക്കണം. കാരണം നമുക്കറിയില്ല ഏത് സമയത്താണ് കുട്ടിക്ക് അത് കഴുത്തിൽ ചുറ്റാൻ തോന്നുന്നത് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അല്ല, അതെങ്ങാനും വലിഞ്ഞു മുറുകിയാല് കുട്ടിക്ക് ശ്വാസം കിട്ടാതാവും, കുട്ടി മരിക്കും സ്പോട്ടിൽ തന്നെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ 6 മുതൽ ചെറിയ കുഞ്ഞുങ്ങൾക്കും അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്നാൽ കൂടിയും 6 മുതൽ തുടങ്ങി 10 വയസ്സ് വരെയുള്ള കുട്ടികളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നും കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതും ഞാനിപ്പോ പറയാൻ പോകുന്ന ഒരു കാര്യവും റിയൽ ആയിട്ട് സംഭവിച്ചതാണ്. അത് പാലക്കാട് അട്ടപ്പാടിയിൽ നടന്നൊരു സംഭവമാണ്. ആദിവാസി ഊരുകളൊക്കെ ധാരാളം ഉള്ള ഒരു സ്ഥലമാണ് അട്ടപ്പാടി എന്ന് പറയുന്ന പ്രദേശം, അല്ലെ? അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ ഒരു അച്ഛൻ, അമ്മ, 3 പെൺകുട്ടികളാണ് ഉള്ളത്. അച്ഛനും അമ്മയും രാവിലെ കാട്ടിൽ പോകും. അവര് കാട്ടിൽ ചെന്നിട്ട് ജോലി ചെയ്യുവാണ്. വിറകൾ ശേഖരിക്കുന്നു, തേൻ കളക്ട് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അത് ചെയ്യുന്നത്. 3 പെൺകുട്ടികളാണ്. അതിനകത്ത് മൂത്ത കുട്ടി, അതായത് നമുക്കറിയാലോ അങ്ങനെയുള്ള കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അധികം വിദ്യാഭ്യാസം അല്ലെങ്കിൽ എഡ്യൂക്കേഷനിലും പ്രാധാന്യം കൊടുക്കാത്ത ആളുകളാണ്. പിന്നത്തെ മൂത്ത കുട്ടി എന്ന് പറഞ്ഞാല് മൂത്ത കുട്ടിയാണ് ആ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യുക. ഇളയ 2 പേരുണ്ട്. ഏറ്റവും ചെറിയ കുട്ടി എനിക്ക് തോന്നുന്നു 4 വയസ്സോ 3 വയസ്സോ ആണ്. അപ്പോ രാവിലെ ഇവർ രണ്ടുപേരും, അതിരാവിലെ വെളുപ്പിന് തന്നെ ഇവർ രണ്ടുപേരും ജോലിക്കായിട്ട് പോകും. വൈകുന്നേരമാണ് ഇവർ രണ്ടുപേരും തിരിച്ചു വരിക. പിന്നെ അത് മൂത്ത കുട്ടിയാണ് ആ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യുന്നത്. എല്ലാ ജോലികളും, അതായത് വാഷ് ചെയ്യുന്നത്, കിച്ചണിലെ കാര്യം ചെയ്യുന്നത്, ഹൗസ് ക്ലീൻ ആക്കുന്നത്, കുട്ടികളെ താഴെയുള്ള 2 കുട്ടികളുടെ കാര്യമൊക്കെ നോക്കുന്നത് ഈ മൂത്ത കുട്ടിയാണ്. മൂത്ത കുട്ടിക്ക് അത്രയും വയസ്സൊന്നുമില്ല, അത്രയും പ്രായമൊന്നുമില്ല. പക്ഷെ എല്ലാ കാര്യങ്ങളും ആ കുട്ടി നോക്കുവാണ്. അപ്പൊ ഈ ഒരു ദിവസം ഈ കുട്ടി വിറകടുപ്പിലാണ് ഇവര് കാര്യങ്ങൾ, അതായത് കുക്കൊക്കെ ചെയ്യുന്നത് വിറകടുപ്പിലാണ്. ഒരു ദിവസം കുക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, അതായത് ഈ 2 കുഞ്ഞുങ്ങൾ, അതായത് ഇവർക്ക് താഴെയുള്ള 2 കുഞ്ഞുങ്ങൾ പുറത്ത് വെച്ചിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വിറകടുപ്പിൽ നിന്നാണ്, അതായത് പെട്ടെന്ന് തീ എന്ത് ചെയ്തു, ഡ്രസ്സിലേക്ക് ഇത് സ്പ്രെഡ് ആവുകയും മൊത്തത്തിൽ ആളിപ്പടരുകയും ആ കുട്ടി ആ സ്പോട്ടിൽ തന്നെ മരിക്കുകയാണ് ചെയ്തത്. ഈ കുഞ്ഞു കുട്ടികളെ കൊണ്ട്, അല്ലെങ്കിൽ ഒരുവിധം അധികം പ്രായമാകാത്ത കുട്ടികളെ കൊണ്ട് ഇങ്ങനെയുള്ള ജോലികളൊക്കെ ഡേഞ്ചറസ് ആയിട്ടുള്ള, അതായത് ഗ്യാസ് കൈകാര്യം മാനേജ് ചെയ്യാനായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വിറകടുപ്പ് കൈകാര്യം ചെയ്യാനായിട്ട് കൊടുക്കുക, കത്തി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അവർക്ക് അത്ര അറിവായിട്ടില്ല. ഈ കുട്ടിയെ കൊണ്ടിട്ടാണ് ആ ജോലിയൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അപ്പോ ആ ഒരു സിറ്റുവേഷനിൽ ആ കുട്ടി ആ സമയത്ത് അത് തീ ആളിപ്പടർന്ന് മരിക്കുകയാണ് ഉണ്ടായത്. ഇതൊക്കെ റിയൽ ആയിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളും നമ്മുടെ നാട്ടില് സംഭവിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് മൊബൈൽ ഫോൺ കണ്ടുകൊണ്ട് ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി മരിക്കുന്നത്. മൊബൈൽ ഫോൺ കണ്ടുകൊണ്ട് ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോൺ കണ്ടാൽ മാത്രമാണ് ഭക്ഷണം കഴിക്കുക എന്നുള്ളൊരു സ്ഥിതി വന്നിട്ടുണ്ട്. അപ്പോ അമ്മമാരൊക്കെ എന്ത് ചെയ്യും, കുട്ടി ഭക്ഷണം, പണ്ടൊക്കെ എന്തായിരുന്നു, അമ്പിളി മാമനെ കാണിച്ചു തരാം, അമ്പിളി മാമനെ കാണിച്ചു കൊടുത്താൽ കുട്ടി ഭക്ഷണം കഴിക്കും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, മൊബൈൽ ഫോണിലെ ഗെയിമുകളും മറ്റൊക്കെ കാണിച്ചു കൊടുത്താലാണ്, അല്ലെങ്കിൽ അതിലെ വീഡിയോ ഒക്കെ പ്ലേ ചെയ്താലാണ് കുട്ടികള് ഫുഡ് കഴിക്കുന്നത്. അപ്പോ ഇങ്ങനെ മൊബൈൽ ഫോൺ കണ്ട് കുട്ടി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് തൊണ്ടയില് ഭക്ഷണം കുടുങ്ങി മരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോ ഇതൊക്കെയാണ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ. നിങ്ങൾക്ക് എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ അതിനകത്ത് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട്? ഇപ്പൊ നിങ്ങളുടെ കുട്ടികൾക്ക് വന്ന എന്തെങ്കിലും കാര്യങ്ങൾ, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള കാര്യങ്ങൾ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വന്നില്ലെങ്കിലും നിങ്ങളുടെ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ കുട്ടികളുമായി ബന്ധപ്പെട്ട്?
അത് കഴിഞ്ഞ ക്ലാസ്സിൽ കുറെ പേരൊക്കെ പറഞ്ഞായിരുന്നു മിസ്സേ. പറഞ്ഞായിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ ഇനി ഒന്ന് ആഡ് ചെയ്യാനില്ല ഇതിൽ അല്ലേ? അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് നമുക്ക് ഫുഡ് ആൻഡ് ന്യൂട്രീഷണൽ നീഡ്സ്, അതൊന്നും നിങ്ങൾ വായിക്കുക കേട്ടോ. റീഡ് ചെയ്യാം. ഫുഡ് ആൻഡ് ന്യൂട്രീഷണൽ നീഡ്സ്. ഒരാളൊന്ന് വായിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. ആരാണ് വായിക്കുക? നിത്യ പ്രതീക്ഷ ഒന്ന് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്തേ. Yes, ma'am. Food and nutritional needs. Just like the 0 to 3 years age group, the 3 to 6 years old also have their own nutritional needs. A well-nourished child has normal weight for height and age. He is alert, active, happy, and curious. He sleeps well at night, is not irritable, has a good attention span, and has good hunger and normal bowel movements. Her eyes are clear and bright, hair normal and lustrous, teeth white and clean, skin smooth, slightly moist and glowing, gums firm and pink and posture erect. Since nutrients make up each and every cell of the body, keeping up with the nutritional needs becomes important for healthy development of the body and mind. Deficiency, excess or inequality of nutrients can not only create mild disorders but can even physically disable or kill a person. ഇതില് കുട്ടികളുടെ ഓരോ പ്രായത്തിലും 3 വയസ്സ് മുതൽ 0 to 3 yearsഉം അതുപോലെ 3 to 6 years ഉള്ള കുട്ടികളിലുള്ള പോഷകങ്ങൾ എല്ലാം കൃത്യമായിട്ടുള്ള കുട്ടികളിൽ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ, അതായത് നോർമൽ വെയിറ്റും ഹൈറ്റും ആയിരിക്കും, അവരുടെ പ്രായത്തിനുള്ള നോർമൽ ഹൈറ്റും വെയിറ്റും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആക്റ്റീവ് ആയിരിക്കണം, ഹാപ്പി ആയിട്ടിരിക്കണം, അവര് രാത്രിയിൽ നന്നായി അവർക്ക് ഉറക്കം ഉണ്ടാവണം, ഇറിറ്റേഷൻസ് ഒന്നും ഉണ്ടാവരുത്, പിന്നെ സ്പാനിലൊക്കെ ഗുഡ് അറ്റൻഷൻ കിട്ടണം, അതുപോലെ നല്ല വിശപ്പ്, ബൗൾ മൂവ്മെന്റ്സ് ഒക്കെ കാലിലെയും കയ്യിലൊക്കെ ബൗൾ മൂവ്മെന്റ്സ് നന്നായിട്ടിരിക്കണം, അതുപോലെ തന്നെ അവരുടെ ഐസ് ഒക്കെ ക്ലിയറും ബ്രൈറ്റും ആയിരിക്കണം, ഹെയർ നോർമൽ ആയിരിക്കണം, അതുപോലെ തന്നെ മുടി കൊഴിച്ചിലൊക്കെ ഇല്ലാണ്ട് ആവശ്യത്തിന് പാകത്തിനുള്ള ഹെയർ ഒക്കെ, അതുപോലെ തന്നെ നോർമൽ ഹെയർ ആൻഡ് ലസ്ട്രസ് എന്ന് വെച്ചാൽ തിളക്കം എന്നുള്ളതല്ലേ ഉദ്ദേശിക്കുന്നത്? അതെ അതെ. ഓക്കെ. പിന്നെ പിന്നെ പല്ലുകള് വൈറ്റും ക്ലീനും ആയിട്ടിരിക്കണം, സ്കിൻ സ്മൂത്ത് ആയിരിക്കണം,
പിന്നെ ഗം ഫേം ആൻഡ് പിങ്ക് ആൻഡ് പോസ്റ്റർ എറക്ട്. പോസ്റ്റർ എറക്ട് എന്താന്ന് മനസ്സിലായില്ല മിസ്സേ. ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ, ഞാൻ പറഞ്ഞുതരാം. ബാക്കി വായിച്ചോളൂ. ഓക്കെ. സിൻസ് ന്യൂട്രിയൻസ് മേക്ക് അപ്പ് ഈച്ച് ആൻഡ് എവറി സെൽ ഓഫ് ദ ബോഡി, കീപ്പിംഗ് അപ്പ് വിത്ത് ദ ന്യൂട്രീഷൻ ഈസ് സം ഇമ്പോർട്ടൻറ്റ് ഫോർ ഹെൽത്തി. പോഷകാഹാരങ്ങൾ നമ്മുടെ ബോഡിക്ക് അത്യാവശ്യമാണ്. ഹെൽത്തി ഡെവലപ്മെന്റ്, ബോഡിയുടെ നന്നായിട്ടുള്ള ഡെവലപ്മെന്റിന് ന്യൂട്രീഷ്യൻസ് അടങ്ങിയ ഫുഡ് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ സോറി മിസ്, എൻ്റെ മോൻ ഇടയ്ക്ക് കയറി വന്ന. പിന്നെ ഡിസോർഡേഴ്സ് ഒന്നും ഉണ്ടാവരുത്. ബട്ട് ക്യാൻ ഈവൻ ഫിസിക്കലി ഡിസേബിൾ ഓർ കിൽ എ പേഴ്സൺ. അതൊരു ആ ലാസ്റ്റത്തെ എനിക്ക് ശരിക്കും അത്ര ക്ലിയർ ആയിട്ടില്ല മാം. ഓക്കെ ഓക്കെ, ഞാൻ പറയാം. ഓക്കെ. ഓക്കെ, അപ്പോ ഇവിടെ പറയുന്നത് 0 to 3 years ആൻഡ് 3 to 6 years, ഈ രണ്ട് ഏജ് ഗ്രൂപ്പിന് ഇടയിലുള്ള കുട്ടികൾക്ക് എന്ന് പറഞ്ഞാല് അവരുടേതായിട്ടുള്ള നോർമൽ, അതായത് അവരുടേതായിട്ടുള്ള ഹൈറ്റിനും വെയിറ്റിനും അതുപോലെ അവരുടെ ഏജ് ഗ്രൂപ്പിന് അനുസരിച്ചിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ആ പ്രായത്തിൽ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം എന്നാണ് പറയുന്നത്. പല ഡെഫിഷ്യൻസിയും കുട്ടികളിൽ ഒഴിവാക്കാനായിട്ട് ചെറുപ്പത്തിലേ തുടങ്ങി എന്ത് ചെയ്യണം, നമ്മള് കുട്ടികളെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കൊടുത്ത് ശീലിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പൊ ഒരു വെൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ, അതായത് പോഷകാഹാരങ്ങൾ അല്ലെങ്കിൽ ന്യൂട്രീഷണൽ ഫുഡ് കഴിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ ചില കോമൺ ആയിട്ട് ആ കുട്ടിയിൽ കാണുന്ന ചില സിംറ്റംസ് ഉണ്ട്. ഓക്കെ, അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നോർമൽ ആയിട്ട് ആ കുട്ടിക്ക് ഓരോ ദിവസവും ഇന്ന കലോറി വെച്ചിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് ന്യൂട്രീഷണൽ ഫുഡ് കുട്ടിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഏജിന് അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് ആയിരിക്കും ആ കുട്ടിക്ക് ഉണ്ടാവുക. അതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തേതെന്ന് പറയുന്നത് കുട്ടി ഹാപ്പി ആൻഡ് ക്യൂരിയസ് ആയിട്ടിരിക്കും. അതായത് കുട്ടി എല്ലായ്പ്പോഴും അല്ലെങ്കിൽ ഓൾവേസ് കുട്ടി ഹാപ്പി ആയിട്ടായിരിക്കും ഉണ്ടാവുക. ചെറിയൊരു ക്യൂരിയോസിറ്റി കുട്ടിക്ക് ഉണ്ടാവും. ഓക്കെ, ദെൻ അടുത്തതെന്ന് പറഞ്ഞാല് കുട്ടി രാത്രിയിൽ നന്നായിട്ട് ഉറങ്ങും. അപ്പൊ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കുട്ടി രാത്രി ഉറങ്ങുന്നുണ്ടോ, കുട്ടിയുടെ ഏജിനും അല്ലെങ്കിൽ ഹൈറ്റിനനുസരിച്ചിട്ടാണോ കുട്ടിക്ക് വെയിറ്റ്, ഇതൊക്കെ കുട്ടിക്ക് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്, അതായത് കുട്ടിക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കിട്ടുന്നുണ്ടെന്നാണ് അതിന്റെ ശരിക്കുമുള്ള മീനിങ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ രാത്രിയിൽ നന്നായി ഉറങ്ങും, പിന്നെ നല്ല രീതിയിൽ കോൺസെൻട്രേഷൻ ഉണ്ടാവും. കുട്ടി പ്ലേ ചെയ്യുമ്പോഴോ എന്തെങ്കിലും ഗെയിംസ് ഒക്കെ കളിക്കുമ്പോഴോ പുറത്തുപോയി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ കുട്ടി ഇപ്പോ പ്രീ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ എഴുതാനും വായിക്കാനൊക്കെ തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് അല്ലെ. അതൊക്കെ ചെയ്യുമ്പോൾ കുട്ടിക്ക് കോൺസെൻട്രേഷൻ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ എന്താണ്, അതിന്റെ സിംറ്റംസ് ആണ് അല്ലെങ്കിൽ ലക്ഷണങ്ങളായിട്ട് നമുക്ക് പറയാം. പിന്നെ വിശപ്പ് ഉണ്ടാവും. നോർമൽ ആയിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ കുട്ടിക്ക് എന്ത് ഉണ്ടാകും, വിശപ്പ് സാധാരണയായിട്ട് ഉണ്ടാകും. പിന്നെ ബവൽ മൂവ്മെന്റ്സ്, അതായത് കൃത്യമായിട്ട് മലമൂത്ര വിസർജനം ഉണ്ടാവും. ശരിയായ സമയത്ത് യൂറിൻ പോകുന്നു അല്ലെങ്കിൽ സ്റ്റൂള് പോകുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിയായിട്ട് നടക്കുന്നുണ്ടാകും. പിന്നെ അതുപോലെ തന്നെ അവരുടെ കണ്ണുകൾക്ക് നല്ല രീതിയിലുള്ള ഒരു തിളക്കം ഉണ്ടാകും. അവരുടെ കുഞ്ഞു കുട്ടികളുടെ കണ്ണൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? എങ്ങനെയാണ് അവരുടെ കണ്ണിരിക്കുന്നത്? നമ്മുടെ കണ്ണ് പോലെയാണോ ഇരിക്കുന്നത്? അവരുടെ കണ്ണ് എങ്ങനെയാ ഇരിക്കുന്നത്? നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയുണ്ടാവും. നല്ല വൈറ്റ് ആയിരിക്കും, നല്ല ഐലാഷസ് ആയിരിക്കും. ഐലാഷസ് നല്ലതായിരിക്കും അല്ലെ. നല്ല തിളക്കമായിരിക്കും കണ്ണിൽ കാണാൻ പറ്റുക. അപ്പൊ ഇതൊക്കെ എന്താണ്, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കുട്ടിക്ക് കിട്ടുന്നുണ്ടോ എന്നതിന് എക്സാമ്പിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ കണ്ണുകൾക്ക് നല്ല വ്യക്തത ഉണ്ടാവും, കാഴ്ചക്ക് നല്ല ഇതുണ്ടാകും, അതുപോലെ തന്നെ തിളക്കം ഉണ്ടാകും. പിന്നെ മുടി എന്ന് പറയുന്നത് നല്ല ഷൈനിങ് ആയിട്ടായിരിക്കും ഇരിക്കുക. കുട്ടികളുടെ മുടി നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഡാമേജസ് ഒന്നും ഉണ്ടാവില്ല അല്ലെ അധികം. നമ്മുടെ മുടിയാണെങ്കിൽ എന്താണ്, ഡാമേജ് ആയിട്ടായിരിക്കും ഇരിക്കുക. പക്ഷെ കുട്ടികളുടെ മുടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, എങ്ങനെയായിരിക്കും കുട്ടികളുടെ മുടി ഉണ്ടാവുക? നല്ല സിൽക്കി ആൻഡ് ഷൈനി ആയിരിക്കില്ലേ കുട്ടികളുടെ മുടി വരിക? ആണോ? അതെ അല്ലെ. അപ്പൊ നല്ല ഷൈനിങ് ആയിട്ടുള്ള മുടിയായിരിക്കും കുട്ടികൾക്ക് ഉണ്ടാവുക. പിന്നെ അവരുടെ ടീത്ത് എന്ന് പറഞ്ഞാൽ നല്ല വെളുത്തതായിരിക്കുള്ളൂ. ഇപ്പൊ ഞാൻ ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ മിഠായി ഒക്കെ അധികം കഴിക്കുന്ന കുട്ടികളുടെ കേസല്ല കേട്ടോ. അവരുടെ പല്ലുകൾ എങ്ങനെയായിരിക്കും? ചോക്ലേറ്റ് ഒക്കെ അധികം കഴിക്കുന്ന കുഞ്ഞുങ്ങളുടെ പല്ലുകൾ എങ്ങനെയായിരിക്കും ഇരിക്കുക? എങ്ങനെയായിരിക്കും? പുഴുപ്പല്ലുകൾ ഉണ്ടാവും അല്ലെ. അതായത് പല്ലിന് കേടുപാടുകളൊക്കെ സംഭവിക്കാം. പക്ഷെ
ഈ ഒരു ഇങ്ങനെയുള്ള അതായത് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ഫുഡാണ് കുട്ടി കഴിക്കുന്നതെങ്കിൽ ആ കുട്ടിയുടെ പല്ലുകളൊക്കെ നല്ല വെളുത്തായിരിക്കും, അതുപോലെ തന്നെ നല്ല ക്ലീൻ ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. പിന്നെ അവരുടെ സ്കിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. എങ്ങനെയാണ് അത് സ്കിന്നിന് തൊടുമ്പോൾ നമുക്ക് അനുഭവപ്പെടുക? കുട്ടികളുടെ സ്കിന്നില് ഹാർഡാണോ സോഫ്റ്റ് ആണോ? നമ്മുടെ സ്കിൻ പോലെയാണോ? നമ്മുടെ സ്കിൻ എങ്ങനെ ഇരിക്കുന്നത്? നമ്മളുടെ സ്കിന്ന് സ്മൂത്ത് ആവണമെങ്കിൽ നമ്മള് ബ്യൂട്ടി പാർലറിൽ പോകേണ്ടി വരും. ബ്യൂട്ടി പാർലർ പോയിട്ട് സോഫ്റ്റ് ആക്കും അല്ലേ? ആണോ? ആണോ? അത്ര എന്തെങ്കിലും ഫങ്ഷൻ ഒക്കെ ഉണ്ടാവുമ്പോ പോവാറുണ്ട്, കല്യാണങ്ങളൊക്കെ വരുമ്പോ. എന്നിട്ട് എന്തൊക്കെയാ ചെയ്യുന്നത് അവിടെ പോയിട്ട്? ഫേഷ്യൽ ത്രെഡ് ചെയ്യും, ഫേഷ്യൽ ചെയ്യും. എപ്പോഴൊന്നുമില്ല, നമ്മള് ഫാമിലിയിലൊക്കെ എന്തെങ്കിലും ഫങ്ഷൻ ഒക്കെ ഉണ്ടാവുമ്പോ. കാര്യൊന്നുമില്ല, അത് കുറച്ചു നേരത്തേക്കേ ഉള്ളൂ. അത് കഴിഞ്ഞാ പിന്നെയും പോവത്. എന്നാലും നമുക്കൊരു കോൺഫിഡൻസ് മാത്രം. ഓക്കെ. അപ്പൊ ഈ കുഞ്ഞുങ്ങളുടെ എന്താ പറയാ സ്കിൻ എന്ന് പറയുന്നത് അവര് ജനിച്ച ഉടനെ തന്നെ അല്ലെങ്കിൽ ജനിച്ച സമയത്ത് തുടങ്ങി ഒരു വിധം പ്രായമാകുന്ന വരെ അവരുടെ സ്കിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കുള്ളൂ അല്ലെ? അപ്പൊ നമ്മള് ചിലവരൊക്കെ എന്ത് ചെയ്യാറുണ്ട്, കുഞ്ഞുങ്ങളുടെ സോപ്പ് ഉപയോഗിച്ചൊക്കെ കുളിക്കാറുണ്ട്. കുഞ്ഞുങ്ങളുടെ സ്കിൻ സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതുപോലെ ആവാൻ വേണ്ടിയിട്ട് ചില വലിയ ആൾക്കാർ എന്ത് ചെയ്യാറുണ്ട്, അത്തരത്തിലുള്ള സോപ്പുകളും ഷാംപൂസ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. കുഞ്ഞുങ്ങൾക്ക് നോർമൽ ആയിട്ട് ഉണ്ടാവുന്നതാണ്. ആ ഒരു പ്രായം വരെ അല്ലെങ്കിൽ ജനിച്ച അന്ന് തുടങ്ങി ഒരു പ്രായം വരെ കുഞ്ഞുങ്ങൾക്ക് സോഫ്റ്റ് ആയിട്ടുള്ള സ്കിൻ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതും ഒരു പ്രത്യേകതയാണ്. പിന്നെ അതുപോലെ തന്നെ സോഫ്റ്റ് ആയിരിക്കും സ്കിൻ എന്ന് പറയുന്നത്, സോഫ്റ്റ് ആയിരിക്കും. പിന്നെ ചെറിയ രീതിയിലുള്ള നനവുണ്ടാകും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുഞ്ഞുങ്ങളെ തൊട്ട് നോക്കിയാൽ നമുക്കറിയാം അവരുടെ ശരീരത്തിൽ ചൂട് ഉണ്ടാവില്ല, ചെറിയ രീതിയിലുള്ള കൂളിംഗ് അല്ലെങ്കിൽ തണുപ്പായിരിക്കും അനുഭവപ്പെടുക. കുഞ്ഞുങ്ങളെ തൊട്ട് നോക്കിയിട്ടുണ്ടോ ചെറിയ കുഞ്ഞുങ്ങളെ? ചെറിയ രീതിയിൽ നനവ് അനുഭവപ്പെടാറുണ്ടോ കയ്യിലും കാലിലൊക്കെ തൊടുമ്പോ? അല്ലെങ്കിൽ അവരുടെ ദേഹത്ത് കൂളിംഗ് ആയിരിക്കും, അവരുടെ ബോഡിയിൽ നല്ലൊരു കൂളായിരിക്കും. ഇങ്ങനെ പിടിക്കുമ്പോ നമുക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും. അതെ. അപ്പൊ ആ ഒരു നനവ് നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. പിന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാല് മോണകൾ ഉണ്ടല്ലോ, നിങ്ങളൊന്ന് കണ്ണാടിയിൽ നോക്കുക. അപ്പൊ നിങ്ങളൊന്ന് ചിരിക്കാൻ ഷഹാല ഷാലു ഒന്ന് മ്യൂട്ട് ചെയ്യട്ടോ. ഓക്കെ, അതായത് കുഞ്ഞുങ്ങൾ ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ചിരിക്കുക, ഒന്ന് കണ്ണാടിയിൽ ഒന്ന് നോക്കുക. മോണയ്ക്ക് എന്ത് കളറാണ് നിങ്ങളുടെ മോണയ്ക്ക്? ചിരിക്കുമ്പോൾ അറിയാലേ പല്ലിന്റെ അവിടെയുള്ള മുള്ളുള്ള സാധനമാണല്ലേ മോണ എന്ന് പറയുന്നേ. എന്ത് കളറാണ് മോണ? ഒന്ന് നോക്കിയേ, എന്ത് കളറാണ് ഉണ്ടാവുക? ആരും നോക്കിയില്ലേ? ഒന്ന് ഓടിപ്പോയി നോക്കിക്കൊണ്ടോ മിററിന്റെ മുന്നില്. ലൈറ്റ് പിങ്ക്. പിങ്ക് ആണ്. പിങ്ക് ആണോ? അതെ, പിങ്ക് ആണ്. പിങ്ക് ആണ്, എല്ലാവരുടെയും പിങ്ക് ആണ്. ചെറുതായിട്ട് ബ്ലാക്ക് പോലെയൊക്കെ ഉണ്ട് മാം. ബ്ലാക്ക് പോലെയൊക്കെ ഉണ്ട് അല്ലേ? കുട്ടികളുടെ മോണ എന്ന് പറയുന്നത് പിങ്ക് നിറത്തിലുള്ളതായിരിക്കും. നമ്മുടെയൊക്കെ ചിലപ്പോ എന്തെങ്കിലും ഡെഫിഷ്യൻസി കൊണ്ട് ചിലപ്പോ വൈറ്റ് കളർ ആകാം, അതുപോലെ തന്നെ ബ്ലാക്ക് കളർ ആകും. ബ്ലാക്ക് എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ചെറുതായിട്ട് ബ്രൗൺ പോലുള്ള ഒരു കളർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ കുട്ടികളുടെ പക്ഷെ അങ്ങനെയല്ല, പിങ്ക് കളറിൽ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക അവരുടെ മോണ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നല്ല ഉറച്ചതായിരിക്കും, അതാണ് പോസ്റ്റർ വറ്റ് എന്ന് പറയുന്നത് കേട്ടോ, ഉറച്ചതായിരിക്കും. ഓക്കെ, അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഒരു ദിവസം ഞാൻ ഡോക്ടറെ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർ ഞാൻ ചിരിച്ചപ്പോ എന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചിരിക്കുമ്പോഴേക്കും എന്റെ മോണ മൊത്തം കാണാം. ഓക്കെ, അതായത് ഭയങ്കരമായിട്ട് ഞാനിങ്ങനെ തുറന്ന് ഓപ്പൺ ആയിട്ട് ചിരിക്കുമ്പോൾ മൊത്തം കാണാം ഫ്രണ്ടിലെ മോണം. അപ്പോ ഞാൻ ചിരിച്ചപ്പോൾ ഡോക്ടർ എന്നോട് ചോദിക്കുകയാണ്, എന്താ മോൾക്ക് വിറ്റാമിൻസിന്റെ കുറവുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ അതെന്താണ് അങ്ങനെ ചോദിക്കുന്നത് ഞാൻ ചോദിച്ചു. അപ്പൊ എന്നോട് പറയാണ്, മോണ വെള്ളാമ്പിച്ചിരിക്കുകയാണ്, അതായത് വൈറ്റ് കളർ ആയിട്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ പിങ്ക് ആണ് വേണ്ടത്.
ആ കളറല്ല. അപ്പൊ ഒന്ന് വൈറ്റമിന്റെ ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ, നമുക്കറിയാം എന്താണ്. അങ്ങനെ വൈറ്റമിൻ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് വൈറ്റമിൻ ഒക്കെ കുറവാണെന്ന് മനസ്സിലായത്. പിന്നെ രക്തമില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ബ്ലഡ് ഇല്ലാത്ത കുറവൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നമുക്ക് മോണയിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോ എന്താ പറയാ, ഇത്തരത്തിലുള്ള മൊത്തം ഇത് എടുത്ത് നോക്കിയാല് നമ്മള് ഇത്രയും കാര്യങ്ങൾ എടുത്ത് നോക്കിയാൽ ഒരു കുഞ്ഞിന്റെ ന്യൂട്രീഷ്യസ് എന്താ പറയാ കണ്ടന്റ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ പോഷകങ്ങൾ അല്ലെങ്കിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കണ്ടന്റ് കുറവ് വന്നാല്, അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഇപ്പൊ ഏതെങ്കിലും കണ്ടന്റ് കൂടുതലോ അല്ലെങ്കിൽ കുറവോ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സംഭവങ്ങൾ കൂടിയാലോ കുറഞ്ഞാലോ ഒക്കെ നമുക്ക് അപകടമാണ്. അപ്പൊ അത് കൂടിയാലോ അല്ലെങ്കിൽ അതിനകത്ത് കുറവ് വന്നാലോ എന്താണ്, ശരീരം അത് മുൻകൂട്ടി കാണിക്കും. പല പല സിംറ്റംസിലൂടെ ആയിരിക്കും നമ്മളെ അത് കാണിക്കുക. ചിലപ്പോൾ നമ്മുടെ ബോഡി അത് വീക്കാക്കും, അതുപോലെ തന്നെ നമ്മളെ കില്ല് ചെയ്യുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. നമുക്ക് മാരകമായിട്ടുള്ള അസുഖങ്ങൾ വരികയോ ഒക്കെ എന്ത് ചെയ്യാം, ഇതുമൂലം ഉണ്ടാവാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കൊടുത്തിരിക്കണം എന്നാണ് പറയുന്നത്. ഇപ്പൊ എല്ലാവരും ഇനി കുട്ടികൾക്ക് എന്ത് കൊടുക്കുക, നിങ്ങളൊക്കെ കൊടുക്കാറുണ്ടോ? ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കാറുണ്ടോ കുഞ്ഞുങ്ങൾക്ക്? ഉണ്ട് മിസ്. കഴിക്കാറില്ല. എന്താണ് കഴിക്കാറില്ല? കഴിക്കാറില്ല. കഴിക്കണോട്ടോ, കഴിച്ചില്ലെങ്കിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇപ്പോ കുഴപ്പമില്ല, ഒരു പ്രോബ്ലം ഒന്നും കുട്ടികൾക്ക് പിന്നെ കുഴപ്പമില്ല, നല്ല വലിയ കുഴപ്പമില്ലാതെ അത്യാവശ്യം വലിയ കുട്ടികളായിരുന്നു. അപ്പൊ അത്യാവശ്യം കഴിച്ചിട്ട് തന്നെ. പക്ഷെ ചില പേരൻസിന് ഇതിനെ പറ്റിയിട്ടൊരു ബോധമില്ല. ഇപ്പോ എന്റെ ഒരു മാമയുടെ മോളുണ്ട്, അവര് നല്ല റിച്ചാണ്, അവള് ടീച്ചറാണ്. എന്നിട്ട് അവര് കുട്ടി പറഞ്ഞ പോലെ 5 വയസ്സായി കുട്ടിക്ക്, പക്ഷെ ആ കുട്ടീനെ കണ്ടാ 5 വയസ്സായി എന്ന് തോന്നില്ല. അപ്പോ കുട്ടി ഭക്ഷണം കഴിക്കില്ല. കുട്ടിക്ക് ഇഷ്ടം ചോക്ലേറ്റ്, ഇങ്ങനെ കേക്ക്, പിന്നെ ഈ മന്തി, ഷവർമ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുട്ടി കുറച്ചൊക്കെ കഴിക്കും. ഈ ചോറ് അങ്ങനത്തെ സാധനങ്ങളൊന്നും കുട്ടി കഴിക്കില്ല. പക്ഷെ ഇപ്പൊ ഞാൻ എനിക്കിങ്ങനെ ഈ പാരഗ്രാഫ് കണ്ടപ്പോ ഞാൻ ആലോചിച്ചു, ഇതിന്റെ ഫോട്ടോ എടുത്തിട്ട് അവൾക്ക് അയച്ചു കൊടുത്താലോ എന്ന് ആലോചിച്ചു ഞാൻ. കാരണം ഇതൊന്നും പറഞ്ഞ ഈ കാര്യങ്ങളൊന്നും ആ കുട്ടിയിലില്ല. കണ്ണ് ഇങ്ങനെ കുഴിഞ്ഞുള്ളിൽ പോയിട്ടുണ്ട്, പിന്നെ മുടി ഇതില്ല. അവര് നല്ല ഫാമിലിയാണ്, പക്ഷെ അവരെന്താ ശ്രദ്ധിക്കാത്ത. ഞാൻ ഒരു പ്രാവശ്യം അവരോട് പറഞ്ഞു, ഇങ്ങനെ കുട്ടിക്ക് എന്തൊക്കെ കുറവുണ്ട്, കണ്ണൊക്കെ എന്തോ പോലെ ഉണ്ട്, കണ്ണിനൊരു തിളക്കമൊന്നുമില്ല, പിന്നെ ആ കുട്ടി ആക്റ്റീവും അല്ല. ഇവരിങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിക്കണം അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. അപ്പൊ ഒരു എപ്പോഴും ഉഷാറില്ല, ഉറക്കം തൂങ്ങിക്കൊണ്ടും ക്ഷീണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ കുട്ടിക്ക് നല്ല ഭക്ഷണം കഴിക്കാത്തതിന്റെ പ്രശ്നമുണ്ട്, തടി. അപ്പൊ ഇവരൊക്കെ തടി എന്തിനാ ചേച്ചി കുറെ തടി? അപ്പൊ ആ കുട്ടി അങ്ങനെ പറയണത്. പിന്നെ എന്താ പറയാ, എന്തിനാ കുറെ തടി, എത്ര തടി മതി? പക്ഷെ ഇത് നമുക്ക് ഈ പോഷകാഹാരങ്ങൾ കിട്ടാത്തതിന്റെ ഇതാണ്. എനിക്കിപ്പോ ഈ പാരഗ്രാഫ് ഞാൻ എന്നിട്ട് ഇപ്പൊ ഇങ്ങനെ വിചാരിച്ചു, ഇത് ഫോട്ടോ എടുത്തിട്ട് ആ കുട്ടിക്ക് അയച്ചു കൊടുത്താലോ? കാരണം അങ്ങനെ ഒരു നമ്മൾ ചിലവർക്ക് ഞാനത് കരുതി. കാരണം ആ കുട്ടി അങ്ങനെയാണ്, അത്രക്ക് ഒരു ഇതുമില്ല ആ കുട്ടിക്ക്. ഈ ഭക്ഷണം കഴിക്കാത്തതിന്റെയാണെന്ന് വേറെ മനസ്സിലാവുന്നുണ്ട്. അത് ഇത് കണ്ടപ്പോ തോന്നിയത്. തോന്നിയല്ലോ അങ്ങനെ പറയാനായിട്ട്. മാം ഇപ്പൊ അമ്മിളി പറഞ്ഞ പോലെ ഞാൻ എല്ലാരോടും പറയലുണ്ട്, എന്തിനാ ഇത്ര തടി, എന്തിനാ ഇത്ര തടി. കാരണം എന്റെ മോൾ എല്ലാം കഴിച്ചാലും അവള് മെലിഞ്ഞാണ് ഇരിക്കുന്നത്. എല്ലാ സാധനവും കഴിക്കും, അവൾക്ക് അസുഖം ഒന്നും വരാറില്ല, പനിയില്ല, കഫക്കെട്ട് ഒന്നും വരാറില്ല, പക്ഷെ അവള് മെലിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത്, അച്ഛന്റെ അമ്മയും അവര് ചെറുപ്പത്തിൽ മെലിഞ്ഞവരാണെങ്കിൽ അതേ പാരമ്പര്യം തന്നെ ഒരു 18 വയസ്സിന് ശേഷമൊക്കെ ആയിരിക്കും കുട്ടി തടിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അങ്ങനെ ഓർത്ത് സമാധാനിച്ചിരിക്കുകയാണ്. എല്ലാം കഴിക്കുന്ന ഒരു കുഴപ്പമില്ലാത്ത കുട്ടിയാണ്, പക്ഷെ മെലിഞ്ഞതാണ്. പക്ഷെ തടി വേറെയാണ്. പക്ഷെ നമ്മൾ ഇതിന്റെ കുറവുകൊണ്ട് ഇങ്ങനെ കുറെ സിംറ്റംസ് കാണിക്കുകയാണെങ്കിൽ അതെന്തായാലും പോഷകാഹാരക്കുറവാണ്. തടി എന്ന് പറയുന്നത് ചിലവരുടെ ഇതിന്റെ പാരമ്പര്യം, പിന്നെ അങ്ങനെ ഓരോ ബോഡിയുടെ പ്രത്യേകതയാവും. പക്ഷെ നമ്മൾ ഇതിൽ കാണിക്കുന്നത് ഓരോ കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതൊരു പോഷകാഹാരക്കുറവാണെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ ഇപ്പൊ പറ്റും. അതാണ് എനിക്ക് തോന്നിയത്. തടി ഇല്ലാത്ത കുട്ടികളും നല്ല ആക്റ്റീവ് ആയിരിക്കുമല്ലോ അവര്. പക്ഷെ അവർക്ക് ആവശ്യമുള്ള ഫുഡ് കിട്ടുന്നുണ്ടാവും. പക്ഷെ ഓവറായിട്ട് തടി ഇല്ലാത്ത കുട്ടികളും ഇങ്ങനെ നല്ല ഉഷാറായിട്ടിരിക്കുന്ന കുട്ടികളെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത കുട്ടികളിലാണ് ഇത് കുറവായിട്ട് കാണാൻ പറ്റുകയെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ?
അതെ, ഇപ്പൊ പറഞ്ഞത് ശരിയാണ്. ഓരോരോ എന്താ പറയാ, അവരുടെ പാരമ്പര്യം ജനറ്റിക്സ് അനുസരിച്ചിട്ടാണ് ഓരോരോ ഇത് വരുന്നത്, ബോഡി ടൈപ്പ് ഉണ്ടാവുന്നത്. ചില കുട്ടികളുടെ അച്ഛനമ്മമാര് നല്ല വണ്ണമുള്ളവരാണെങ്കിൽ കുട്ടികൾക്കും സ്വാഭാവികമായിട്ട് വണ്ണം ഉണ്ടാകും. പിന്നെ ചിലവര് എത്ര തിന്നാലും എന്താ പറയാ, നേരത്തെ മൃദുല പറഞ്ഞ പോലെ എത്ര കഴിച്ചാലും ചിലപ്പോ തടി വെക്കണമെന്നില്ല. അത് ഓരോരുത്തരുടെ ഇതൊരു ശരീരപ്രകൃതിയാണ്. ചിലവര് ചിലപ്പോ വെള്ളം മാത്രം കുടിക്കുന്നവരുണ്ടാവും, അവർ ചിലപ്പോ ഭയങ്കരമായിട്ട് ചിലവര് എന്ത് കഴിച്ചാലും പിറ്റേ ദിവസം കുറച്ച് അവരുടെ ശരീരം വീങ്ങിയിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇൻഫ്ലമേഷൻ ആണത്. എന്ത് കഴിച്ചാലും ചില എന്താ പറയാ ഭക്ഷണങ്ങളുണ്ട്, ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളുണ്ട്. അപ്പോ അവരുടെ അങ്ങനെയുള്ള ബോഡി ടൈപ്പ് ഉള്ളവര് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാല് തടി വെക്കും. ചിലവര് എന്താ പറയാ നേരെ ഓപ്പോസിറ്റ് ആണ്, ഇത്തരത്തിലുള്ള എന്ത് ഭക്ഷണം കഴിച്ചാലും തടി വെക്കില്ല. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭാഗ്യമാണ്, അങ്ങനെയുള്ള ബോഡി ടൈപ്പ് ഒക്കെ കിട്ടാന്ന് പറയാൻ. എത്ര വേണമെങ്കിലും നമുക്ക് കഴിക്കാം, യാതൊരു തരത്തിലും നമുക്ക് തടി വെക്കില്ല. അങ്ങനെയുള്ള ധാരാളം സിനിമാ താരങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഇടയിൽ. കുറെ പേര് അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ. എനിക്ക് വേണേ എന്ത് കഴിക്കാം, ഞാൻ ചെറുപ്പത്തിലെ തുടങ്ങി ഞാൻ കുറെ സാധനങ്ങൾ കഴിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ എത്ര തിന്നാലും തടി വെക്കില്ല. ഞാനും കഴിച്ചാലും തടി വെക്കില്ല മാം. തടി വെക്കില്ല, നല്ല ഒരു ഭാഗ്യമാണ്. നമുക്ക് ഇഷ്ടമുള്ളത് എടുത്തും കഴിക്കാമല്ലോ. എപ്പോഴും 41, 43 അതിന്റെ ഇടയിലേ ഉണ്ടാവും. അതൊക്കെ ഒരു ഭാഗ്യമാണ് അങ്ങനെ ഞാനൊക്കെ കിട്ടുന്നത്. ഭക്ഷണം കഴിച്ച തടി കൂടും, ഭക്ഷണം കുറച്ച തടി കുറയും, അങ്ങനെയാണ്. പിന്നെ ചിലർക്ക് ഷുഗർ ഒക്കെ പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞാല് തടി കുറയുന്നതായിട്ട് കാണാം. ഷുഗർ ഒഴിവാക്കി കഴിഞ്ഞാല് പെട്ടെന്ന് തടി തീരെ കുറയും. കുറച്ചാൽ തടി കുറയും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഓക്കെ, നമുക്ക് അടുത്തതിലോട്ട് പോകാം. ഡയറ്ററി റിക്വയർമെന്റ്സ് കേട്ടോ, ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. മൈൻഡിൽ റീഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരാളെ കൊണ്ട് വായിപ്പിക്കാം.
ഓക്കെ, വായിച്ചോ? റീഡ് ചെയ്തോ? ഓക്കെ, ഡയറ്ററി റിക്വയർമെന്റ്സ് ഒന്ന് ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങളെ കൊണ്ട് ഓരോരുത്തരെ കൊണ്ട് പറയിപ്പിക്കും. വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് വരിക. കൂടാതെ എത്ര വിറ്റാമിൻസ് ഉണ്ട്, അതായത് വിറ്റാമിൻ എ, വിറ്റാമിൻ ബി, വിറ്റാമിൻ സി, വിറ്റാമിൻ ഡി, അതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിന്റെയൊക്കെ കെമിക്കൽ നെയിംസ്, അതുപോലെ തന്നെ അതിന്റെയൊക്കെ യൂസസ്, അതായത് ഏതൊക്കെ ഫ്രൂട്ട്സിലും ഏതൊക്കെ വെജിറ്റബിൾസിലും ആണ് ഇത്തരത്തിലുള്ള വൈറ്റമിൻ എ ഉള്ളത്, വൈറ്റമിൻ ബി ഉള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുപിടിച്ചിട്ടൊന്ന് വരിക. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വൈറ്റമിൻസിന്റെ കെമിക്കൽ നെയിം, പിന്നെ അതുപോലെ വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് പഠിച്ചിട്ടുണ്ടോ? യെസ് മാം. അപ്പൊ അതൊന്ന് ഫൈൻഡ് ചെയ്ത് ഒന്ന് കണ്ടെത്തി കൊണ്ടുവരിക കേട്ടോ. ഏതൊക്കെ ഫ്രൂട്ട്സിലാണ് ഇപ്പൊ വൈറ്റമിൻ എ ഉള്ളത്, ഏതൊക്കെ ഫ്രൂട്ട്സിലാണ്, ഏതൊക്കെ വെജിറ്റബിൾസിലാണെന്ന് കണ്ടെത്തുക. അതുപോലെ വൈറ്റമിൻ ബി, വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഒന്ന് കണ്ടെത്തി കൊണ്ടുവരിക കേട്ടോ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ കെമിക്കൽ നെയിം നിങ്ങൾ എഴുതണ്ട, കെമിക്കൽ നെയിം ഞാൻ പറഞ്ഞു തരാം അടുത്ത ക്ലാസ്സിൽ കേട്ടോ. ഓക്കെ, ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, മനസ്സിലായല്ലോ? മനസ്സിലായി മാം. ഓക്കെ, നമുക്ക് സൈൻ ഔട്ട് ചെയ്യാം. സൈൻ ഔട്ട് ചെയ്യാം. സൈൻ ഔട്ട് ആരാ? മാം, ഞാനാണ് സൈൻ ഔട്ട്. ഓക്കെ, എന്റെ പേര് പ്രത്യക്ഷ. താങ്ക് യു അശ്വതി മിസ്. ക്ലാസ് നമ്മളെ യൂണിറ്റ് 7 ആണ്, ഹെൽത്ത് കെയറിനെ കുറിച്ചാണ് പഠിച്ചത്. ഇന്നടുത്തത് സേഫ്റ്റി, ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ നീഡ്സ്, കുട്ടികൾക്കുള്ള ഫുഡ് ആൻഡ് ന്യൂട്രീഷന്റെ കുറിച്ചും സേഫ്റ്റിയെ കുറിച്ചുള്ള ക്ലാസ്സസ് ആണ് എടുത്തത്. അപ്പം സേഫ്റ്റി ആണെങ്കിൽ എല്ലാം പറഞ്ഞ പോലെ തന്നെ, മാം പറഞ്ഞ പോലെ തന്നെ കുട്ടികളെ എല്ലാത്തിൽ നിന്നും, തീയ്, അതുപോലെ വെള്ളം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ സേഫ് ആക്കി വെക്കുക. പിന്നെ ന്യൂട്രീഷൻ ആണെങ്കിലും 3 to 6 years ഉള്ള ഗ്രൂപ്പിനും 0 to 3 years ഉള്ള ഗ്രൂപ്പിനും 3 to 6 years ഉള്ള ഗ്രൂപ്പിനും അവരുടെ ആവശ്യമുള്ള ന്യൂട്രീഷൻസ്, അത് എൻ്റെ കൂട്ടത്തിലുള്ള അമ്പിളി പറഞ്ഞ പോലെ തന്നെ ചോക്ലേറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം കഴിക്കുന്ന കുട്ടികളിൽ കണ്ടുവരുന്ന ഡെഫിഷ്യൻസി, അതുപോലെ തന്നെ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്ന കുട്ടികൾക്കുള്ള അവരുടെ ആ ഒരു അറ്റൻഷൻ സ്പാന്, അതുപോലെ തന്നെ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് മാം ഇന്ന് പറഞ്ഞത്. ഞാനിപ്പോ കൂട്ടത്തിൽ ഒരു ജസ്റ്റ് ഒരു ആക്ഷൻ സോങ്ങും കൂടെ പാടിക്കൊണ്ട് സൈൻ ഔട്ട് ചെയ്യാം. ക്യാമറ ഓൺ ചെയ്യുവാണേ. കാണാമോ? കാണാം. This is the way we brush our teeth, brush our teeth, brush our teeth. This is the way we brush our teeth so early in the morning. Brush them up and brush them down, brush them up and brush them down. Little circles all round and round. Brush them side to side, side to side, side to side. Brush them side to side, side to side, side to side. Brush. This is the way we brush our teeth, brush our teeth, brush our teeth. This is the way we brush our teeth so early in the morning. Thank you, ma'am. Thank you so much. Thank you. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. Thank you, ma'am.